വിഴിഞ്ഞത്ത് വമ്പൻ വിദേശ നിക്ഷേപം വരികയാണെന്ന വാർത്തയിലേക്കാണ് നമ്മൾ ഇന്നലെ ഉണർന്നത്. MSC യൂറോപ്യൻ ഭീമന്മാരായ MSC വിഴിഞ്ഞത്തിന്റെ 49% ഓഹരികൾ അദാനി പോർട്സിൽ നിന്ന് വാങ്ങാൻ പോവുകയാണ്. അതായത് 1370 കോടി രൂപയുടെ വിദേശ നിക്ഷേപം വിഴിഞ്ഞത്തേക്ക് വരുന്നു. അപ്പോൾ കൂടുതൽ കണ്ടെയ്നറുകൾ വരും. അതുമാത്രമല്ല, കൂടുതൽ പ്രാദേശികമായ തൊഴിലവസരങ്ങൾ വരും. പക്ഷേ ഇതിൽ ഇപ്പോൾ സംസ്ഥാന സർക്കാർ പറയുന്ന കാര്യം, സംസ്ഥാന സർക്കാരിനെ ഈ വിഷയം അദാനി പോർട്സ് അറിയിച്ചിട്ടില്ല എന്നുള്ളതാണ്. സംസ്ഥാന സർക്കാർ അറിയാതെ അദാനി പോർട്സിന് ഓഹരികൾ 49% ഓഹരികൾ മറ്റൊരു കമ്പനിക്ക് കൊടുക്കാൻ കഴിയുമോ എന്നുള്ള കാര്യമുണ്ട്. അപ്പോൾ 49% എന്ന് പറയുമ്പോൾ ഒരു കമ്പനിയുടെ കുത്തകയായി മാറുമോ, നമ്മുടെ ദേശീയ സുരക്ഷയെ ബാധിക്കുമെന്നടക്കമുള്ള വിഷയങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് അദാനി പോർട്സ് ഇങ്ങനെ ഒരു വ്യാപാര കരാറുമായി മുന്നോട്ട് പോകുമ്പോൾ അത് സംസ്ഥാന സർക്കാരിനെ അതിന്റെ ഭാഗമാക്കാത്തത് എന്നുള്ള ചോദ്യം കൂടി ഉയരുന്നുണ്ട്. നമുക്ക് അറിയാവുന്നതുപോലെ സംസ്ഥാന സർക്കാർ 360 ഏക്കർ നിലം ആണ് വിഴിഞ്ഞാത്ത് ആ പോർട്ടിനായി സൗജന്യമായി കൊടുത്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ 130 ഏക്കർ കടലിൽ നിന്ന് വീണ്ടെടുക്കാനും അനുമതി കൊടുത്തിട്ടുണ്ട്. മൊത്തം 8867 കോടി രൂപയിൽ 5595 കോടി അത് സംസ്ഥാന സർക്കാരാണ് വഹിക്കുന്നത്. അദാനിയുടെ വിഹിതം 2454 മാത്രമാണുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് എന്തുകൊണ്ട് സംസ്ഥാന സർക്കാരിനെ അറിയിച്ചിട്ടില്ല എന്നുള്ളൊരു വിഷയം അവിടെ നിൽക്കുന്നത്. ഈ ഓഹരി കൈമാറണമെങ്കിൽ അതിന് സർക്കാർ അനുമതി വേണം എന്നുള്ളതാണ് മുഖ്യമന്ത്രി VD സതീശൻ സഭയെ അറിയിച്ച കാര്യം. പ്രതിപക്ഷവും ഈ വിഷയം, വിഴിഞ്ഞം വിഷയം ഇന്ന് സഭയിൽ ഉന്നയിച്ചിട്ടുണ്ട്. ദേശീയ സുരക്ഷയെ ബാധിക്കുമോ, ഒരു കമ്പനിയുടെ കുത്തകയായി മാത്രം മാറുമോ വിഴിഞ്ഞം എന്നുള്ള ആശങ്കയാണ് പ്രതിപക്ഷം നിയമസഭയിൽ ഇന്ന് പ്രകടിപ്പിച്ചിരിക്കുന്നത്. പ്രശാന്ത് കൃഷ്ണ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു. പ്രശാന്ത്, ഇന്നലെ വിഴിഞ്ഞത്തേക്ക് വമ്പൻ നിക്ഷേപം വരുന്നുവെന്ന ആ ഒരു വാർത്തയിലേക്കാണ് നമ്മൾ ഉണർന്നതെങ്കിൽ ഇന്നിപ്പോൾ അതുമായി ബന്ധപ്പെട്ട ആശങ്കകൾ എന്തുകൊണ്ട് സംസ്ഥാന സർക്കാരിനെ അറിയിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. പ്രശാന്ത്, കേൾക്കാമോ? പ്രശാന്ത് കൃഷ്ണയ്ക്ക് കേൾക്കാൻ കഴിയുന്നില്ല. അതായത് ഇങ്ങനെയാണ്, ഇപ്പോൾ ഇന്നലെയാണ് വിഴിഞ്ഞത്തേക്ക് വലിയ വിദേശ നിക്ഷേപം വരുന്നു എന്നുള്ള വാർത്ത നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. ആ വിദേശ നിക്ഷേപം നടത്തുന്നത് മറ്റാരുമല്ല, MSC എന്ന കമ്പനിയാണ്. MSC എന്ന് പറയുന്നത് അത് യൂറോപ്യൻ ഭീമൻ കമ്പനിയാണ്. അവർ ഏറ്റവും വലിയ ഷിപ്പിംഗ് ഓപ്പറേറ്റർമാരാണ്. MSCക്ക് കീഴിലുള്ള TIL ആണ് ഏറ്റവും വലിയ ഷിപ്പിംഗ് ഓപ്പറേറ്റർ. ആ TIL ഇതിന്റെ ഭാഗമാകുമ്പോൾ കേരളത്തിലേക്ക് കൂടുതൽ കണ്ടെയ്നറുകൾ എത്തുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന കാര്യം. പക്ഷേ സംസ്ഥാന സർക്കാർ എന്തുകൊണ്ട് അറിയിച്ചില്ല എന്നുള്ള ചോദ്യമുണ്ട്. പ്രശാന്ത് കൃഷ്ണ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട് നിയമസഭയിൽ നിന്ന്. പ്രശാന്ത്, സംസ്ഥാന സർക്കാരിനെ അദാനി പോർട്സ് 49% ഓഹരി വിഴിഞ്ഞത്തിൻ്റെത് മറ്റൊരു കമ്പനിക്ക് കൈമാറുകയാണെന്ന കാര്യം അറിയിക്കാത്തത് എന്തുകൊണ്ടാണ്? ആര്യ, ഇതിൽ ആ ഒരു ഘട്ടത്തിലേക്ക് ഈ കൈമാറ്റം എത്തിയിട്ടില്ല എന്നതാണ്. കാരണം കഴിഞ്ഞ ദിവസം തന്നെ അദാനി പോർട്സ് ഇങ്ങനൊരു അവരുടെ, അതായത് അദാനി പോർട്സിൻ്റെ കൈവശമുള്ള അദാനി പോർട്സിൽ നിക്ഷേപിച്ചിരിക്കുന്ന മൂല്യത്തിൻ്റെ 49% പങ്ക് ഓഹരി അത് MSCക്ക് കൈമാറാനുള്ള തീരുമാനം പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്. അവർ ആകെ ചെയ്തിട്ടുള്ളത് ഈ കൈമാറ്റം മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിക്ക് അവരുടെ 49% ഓഹരി കൈമാറുന്നതിന് വേണ്ടിയുള്ള അപേക്ഷ സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ സെബിക്ക് കൈമാറുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനി സംസ്ഥാന സർക്കാരിനും കേന്ദ്ര സർക്കാരിനും കത്ത് നൽകണം, അതിനുശേഷം ധാരണാപത്രം ഒപ്പിടണം. ഈ ഒരുപാട് കടമ്പകൾക്ക് ശേഷം മാത്രമേ MSC കമ്പനിക്ക് വിഴിഞ്ഞത്തേക്ക് ലാൻഡ് ചെയ്യാൻ തന്നെ സാധിക്കൂ, ആ ഒരു ഓഹരി ഉടമയായി. പക്ഷേ ഇന്നിപ്പോൾ നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനാണ് ഈ വിഷയം ഉയർത്തിയത്. അതായത് MSC കമ്പനിക്ക് നിക്ഷേപം സംബന്ധിച്ച് MSC കമ്പനി വിഴിഞ്ഞത്ത് നിക്ഷേപിക്കുന്നത് സംബന്ധിച്ച ആശങ്കകളുണ്ട് എന്നായിരുന്നു പിണറായി വിജയൻ വ്യക്തമാക്കിയത്. സംസ്ഥാന സർക്കാർ കൂടി അറിഞ്ഞാണോ ഈ നിക്ഷേപം എന്ന ആശങ്കയാണ് അദ്ദേഹം പങ്കുവച്ചത്. എന്നാൽ മുഖ്യമന്ത്രി VD സതീശൻ ഇക്കാര്യത്തിൽ പിണറായി വിജയൻ ഉന്നയിച്ച വിഷയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു മറുപടി തന്നെയാണ് നൽകിയത്. അതായത് ഈ MSC കമ്പനിക്ക് ഇങ്ങനെ 49% ഓഹരി, അദാനിയുടെ ഓഹരിയുടെ 49% ഓഹരി നൽകുമ്പോൾ അത് കുത്തകാവകാശമായി മാറും. മാത്രമല്ല മറ്റ് ഈ ഷിപ്പിംഗ് കമ്പനികൾക്ക് ഇവിടെ വന്ന് വാണിജ്യം നടത്തുന്നതിനുള്ള തടസ്സമുണ്ടാകും തുടങ്ങിയ ആശങ്കകൾ, ദേശസുരക്ഷ അടക്കമുള്ള ആശങ്കകൾ പിണറായി വിജയൻ പങ്കുവയ്ക്കുകയുണ്ടായി. ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ നിലപാട് വിശദീകരിച്ചു. അതായത് സംസ്ഥാന സർക്കാരിൻ്റെ മുൻകൂർ അനുമതിയില്ലാതെ അദാനി പോർട്സിന്
ഉടമസ്ഥാവകാശം സംബന്ധിച്ച കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ സാധിക്കില്ല. മാത്രമല്ല തുറമുഖ നിർമ്മാണ കരാറിൽ അത് വ്യക്തമായി തന്നെ പറയുന്നുണ്ടെന്നും മുഖ്യമന്ത്രി വിശദീകരിച്ചു. ഏതായാലും 25% ഓഹരിക്ക് മുകളിലാണെങ്കിൽ അതൊരു ഉടമസ്ഥാവകാശ കൈമാറ്റം പോലുള്ളൊരു ഇടപാടായി മാറും. അതുകൊണ്ട് ദേശസുരക്ഷ അടക്കമുള്ള 5 വിഷയങ്ങൾ ഉറപ്പുവരുത്തിയ ശേഷം മാത്രമേ ഇക്കാര്യത്തിലൊരു തീരുമാനമെടുക്കുമെന്നും മുഖ്യമന്ത്രി വിശദീകരിച്ചു. ഏതായാലും ഇപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ വാർത്താ സമ്മേളനം നടക്കാൻ പോവുകയാണ്. ഇതടക്കമുള്ള കാര്യങ്ങൾ പ്രതിപക്ഷം വിശദീകരിക്കും. ശരി.